വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നേരത്തെ യൂണിറ്റ് 7 നമ്മൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഓഫ് പോളി അറ്റോമിക് മോളിക്യൂളാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോഴും നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 7 രാമൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇതിൽ വരുന്നത് കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാമൻ സ്പെക്ട്രോസ്കോപ്പിയും ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെയും കേസാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി കേട്ടോ. അപ്പം രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് റെവല്യൂഷണറി ടെക്നിക്കാണ്. അത് ഒബ്വിയസ്ലി ആരായിരിക്കും കണ്ടുപിടിച്ചത്? സി വി രാമൻ്റെ കണ്ടുപിടുത്തത്തിലുണ്ടായ ഏറ്റവും മികച്ച അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇൻ 1928. ഓക്കെ, അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് മോളിക്കുലർ വൈബ്രേഷൻ നല്ല കൃത്യമായിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ തരുന്നതാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. 1928 സി വി രാമനും കൃഷ്ണനും കൂടി എന്ത് ചെയ്തു? കൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ അവർ ഒബ്സർവ് ചെയ്തതാണ് മോണോക്രോമാറ്റിക് റേഡിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ലിക്വിഡ് വെച്ചിട്ട് സ്കാറ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ടൈപ്പിലുള്ള ലൈൻസ് കിട്ടുന്നു? ഒരു വീക്കായിട്ടുള്ള സ്പെക്ട്രൽ ലൈൻസ്, അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിനെ, ഈ ഒരു പുതിയ ടൈപ്പ് ഓഫ് സെക്കൻഡറി റേഡിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് ഫിസിക്സിന്. 1930 ഈ രാമൻ എഫക്റ്റിന് 1930 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുകയുണ്ടായി. ഇത് രാമൻ ഡിറ്റക്ട് ചെയ്ത ഈ ഒരു ഫീബിൾ ഫിനോമിനൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൺലൈറ്റ് ടെലസ്കോപ്പിൽ ഫോക്കസ് ചെയ്യുന്നതും ഐസ് അത് വെച്ചിട്ട് തന്നെ നമ്മുടെ ഐ ഡിറ്റക്ട് ചെയ്യുന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് കണ്ടുപിടിച്ച ഒരു എക്സ്പെരിമെൻ്റൽ ജീനിയസ് ആണ് നമ്മുടെ സി വി രാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി രാമൻ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രാമൻ സ്പെക്ട്രം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് റാലീസ് പീക്കാണ് കേട്ടോ. റാലി പീക്ക് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കും നമ്മുടെ സ്പെക്ട്രം കിട്ടുക, രാമൻ സ്പെക്ട്രം കിട്ടുക. ഇതിൽ രാമൻ ഷിഫ്റ്റ് നമ്മൾ എക്സ് ആക്സിസിലും ഇൻറ്റൻസിറ്റി വൈ ആക്സിസിലും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹൈ പീക്ക് പൊസിഷനിൽ ഇങ്ങനെ ചെറിയ പീക്സ് ആയിട്ടായിരിക്കും നമുക്ക് സ്പെക്ട്രം കിട്ടുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാലി പീക്ക് എന്ന് പറയുന്ന പീക്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ പീക്കാണ്. അതും സെയിം വേവ് ലെങ്ത്, നമ്മുടെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ സെയിം വേവ് ലെങ്ത്തിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള സെൻട്രൽ പീക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റാലി പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നതിന് ഒരു എനർജി എക്സ്ചേഞ്ചും അവിടെ നടക്കുന്നില്ല. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റോക്സ് ലൈൻസ് ആണ്. എന്താണ് സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത്? ലോവർ വേവ് നമ്പറിൽ ഉണ്ടാവുന്ന ലൈൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങോട്ടുള്ളവയെ നമ്മൾ എന്തെന്ന് പറയുന്നു, ലെഫ്റ്റ് സൈഡിൽ റാലി പീക്ക് എന്ന് പറയുന്നത് ഇതാണ് റാലി പീക്ക് എന്ന് പറയുന്നത്. ഈ പീക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ലൈൻസ് എല്ലാം തന്നെ സ്റ്റോക്സ് ലൈൻസ് ആണ്. അപ്പോൾ മോളിക്യൂൾസിന് എല്ലാത്തിനും എന്തുണ്ടാവും? അവിടെ എനർജി ഉണ്ടാവും. സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫോട്ടോൺസിന് എല്ലാത്തിനും എനർജി നഷ്ടമാകുന്നു. മോളിക്യൂൾസ് എനർജി കിട്ടി, സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫോട്ടോൺസ് എനർജി നഷ്ടപ്പെടുത്തുന്നു. ഇനി അടുത്ത് പറയുന്നത് ആൻറ്റി സ്റ്റോക്സ് ലൈൻ ആണ്. ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ഒബ്വിയസ്ലി എങ്ങോട്ടായിരിക്കും? റൈറ്റിലോട്ട് പോകുന്നവരായിരിക്കും ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? എനർജി നഷ്ടപ്പെടുത്തുന്നു. ഫോട്ടോൺസ് ഇവിടെ എന്ത് ചെയ്യുന്നു? ഗെയിൻ ചെയ്യുന്നു, എനർജി ഗെയിൻ ചെയ്യുന്നു. ഇതാണ് രണ്ട് പാർട്ടായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ പാർട്സ് ഓഫ് ദ രാമൻ സ്പെക്ട്രമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. റാലി പീക്ക് ഉണ്ട്. റാലി പീക്കിൻ്റെ റൈറ്റിലോട്ട് പോകുമ്പം നമുക്ക് ആൻറ്റി സ്റ്റോക്സ് ലൈനും ലെഫ്റ്റിലോട്ട് പോകുമ്പം സ്റ്റോക്സ് ലൈൻസും കാണാനായിട്ട് സാധിക്കുന്നു. ഇനി ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ വേവ് എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി റാലി പീക്കിൻ്റെ കേസിൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് മോളിക്യൂൾസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പം ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ E=E0 cos 2π ωt ആണ് കേട്ടോ. 2π ν t എന്നും പറയും. ന്യൂട്ടി എന്ത് ചെയ്യുന്നു? അത് ഒരു ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യുന്നു? ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുന്നത് ന്യൂ ആൽഫ ഇൻറ്റു ഇക്ക്
ഈക്വൽ ടു ആയിരിക്കും. അതായത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുന്ന മ്യൂ എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ആൽഫ ഇൻറ്റു ഇക്ക് തുല്യമാണ്. ഇവിടെ പോളറൈസബിലിറ്റി ആണ് ആൽഫ എന്ന് പറയുന്നത് കേട്ടോ. ആൽഫ എന്ന് പറയുന്നത് പോളറൈസബിലിറ്റി ആണ്. ഇനി സ്റ്റാറ്റിക് മോളിക്യൂളിൻ്റെ കേസിലുള്ള ആണെന്നുണ്ടെങ്കിൽ പോളറൈസബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റാലി സ്കാറ്ററിങ്ങിൻ്റെ അവിടെ ഉള്ളതായിരിക്കും പോളറൈസബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈബ്രേറ്റിംഗ് മോളിക്യൂൾ എന്ന് പറയുന്നതാണെങ്കിലോ, വൈബ്രേറ്റിംഗ് മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് വൈബ്രേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. ആ മോഡുലേഷൻ എന്ത് ചെയ്യുന്നു? റാമൻ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ന്യൂ എക്സ് പ്ലസ് ന്യൂ വൈബ്രേഷണൽ, ന്യൂ എക്സ് മൈനസ് ന്യൂ വൈബ്രേഷണൽ, ഇങ്ങനെയുള്ള രണ്ട് രീതിയിൽ നമുക്ക് മൂന്ന് രീതിയിലും സ്കാറ്റേർഡ് ഫ്രീക്വൻസീസ് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ കീ ഇക്വേഷൻസ് നമ്മൾ നോക്കി വെക്കണം. ന്യൂ എന്ന് പറയുന്നത് ആൽഫ 0 E0 കോസ് 2π ന്യൂ എക്സ്റ്റേണൽ പ്ലസ് ഡോ ആൽഫ ഡിവൈഡഡ് ബൈ ഡോ R0 E0/2 cos 2π ന്യൂ എക്സ് പ്ലസ് ന്യൂ വൈബ്രേഷണൽ ഇൻറ്റു ടി പ്ലസ് കോസ് 2π ഇൻറ്റു ന്യൂ എക്സ് മൈനസ് ന്യൂ വൈബ്രേഷണൽ ഇൻറ്റു ടി. ഈ ഒരു വലിയ ഇക്വേഷൻ അല്ലേ? ഈ വലിയ ഇക്വേഷനാണ് നമ്മുടെ വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്നുമില്ല, ക്ലാസിക്കൽ തിയറിയാണ്, വേവ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു? മോളിക്യൂളിലിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ E=E0 കോസ് 2π ന്യൂ എക്സ്റ്റേണൽ ആണെന്ന് വെച്ചോ. 2π ന്യൂ ആണല്ലോ, അപ്പോൾ 2π ന്യൂ എക്സ്റ്റേണൽ ആണെന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡൈപോൾ എന്ന് പറയുന്ന മ്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇ ആണ്. ഇവിടെ ആൽഫ എന്ന് പറയുന്ന പോളറൈസബിലിറ്റി ആണ്. ഇപ്പോൾ ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ള മോളിക്യൂളിലാണെന്നുണ്ടെങ്കിൽ പോളറൈസബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റാലി സ്കാറ്ററിങ് ന്യൂ എക്സിലുള്ളതാണ് പോളറൈസബിലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. വൈബ്രേറ്റിംഗ് മോളിക്യൂൾ എന്ന് പറയുന്നത് പോളറൈസബിലിറ്റി വൈബ്രേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മോഡുലേഷൻ റാമൻ ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് 3 ടൈപ്പിലുണ്ട്. ന്യൂ എക്സ്റ്റേണൽ പ്ലസ് ന്യൂ വൈബ്രേഷണൽ, ന്യൂ എക്സ്റ്റേണൽ മൈനസ് ന്യൂ വൈബ്രേഷണൽ, ഇങ്ങനെ 3 ടൈപ്പിലായിട്ട് നമുക്ക് സ്കാറ്റേർഡ് ഫ്രീക്വൻസി കിട്ടും. കീ ഇക്വേഷൻ നമ്മളിപ്പോൾ നോക്കിയതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോർഷനിലോട്ട് കിടക്കാം. പ്രീ റിക്വസിറ്റ്സ് ഫോർ റാമൻ ആക്ടിവിറ്റി. അതായത് നമ്മുടെ റാമൻ സ്പെക്ട്രം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കയ്യിലെടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഏതൊരു കാര്യത്തിന് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേതാണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് റാമൻ ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഡോ ആൽഫ ബൈ ഡോ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? വൈബ്രേഷൻ്റെ ടൈമിൽ ചേഞ്ച് ചെയ്യണം. അത് മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ ഒരു ചേഞ്ച് കൊണ്ടുവരണം. ഈ ഒരു റിക്വയർമെൻറ്റ് എപ്പോഴും എന്തുമായിട്ടായിരിക്കും അതിനൊരു സാമ്യത വരുന്നത്? ഡയറ്റോമിക് മോളിക്യൂളുമായിട്ടായിരിക്കും കേട്ടോ. ഈ ഒരു റിക്വയർമെൻറ്റ് ഡയറ്റോമിക് മോളിക്യൂൾ എന്തായാലും ഡയറ്റോമിക് മോളിക്യൂളിൽ ഈ ഒരു റിക്വയർമെൻറ്റ് വേണ്ടി വരും. ആ ഒരു റിക്വയർമെൻറ്റ് നടത്തിയേ പറ്റൂ. അതുവഴി എന്ത് ചെയ്യണം? ഹോമോന്യൂക്ലിയർ മോളിക്യൂളായിട്ടുള്ള H2 N2 എല്ലാം തന്നെ റാമൻ ആക്റ്റീവ് ആവുന്നു. ഓർക്കുക, ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസിലൊന്നും IR ആക്റ്റീവ് അല്ല. ഇത്രയും നേരവും നമ്മൾ പഠിച്ചു വന്നിരുന്ന സ്പെക്ട്രോസ്കോപ്പിയിൽ ഒന്നും തന്നെ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് ഇതിൽ ആക്റ്റീവ് ആണ് എന്ന് പറയുന്നത് തന്നെ അതിലൊരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ് IR സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നും നമ്മൾ റാമൻ സ്പെക്ട്രോസ്കോപ്പിയെ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഡയറ്റോമിക് മോളിക്യൂളിൽ എന്ത് വേണം? പോളറൈസബിലിറ്റി എന്ന് പറയുന്ന വൈബ്രേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യണം മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനിലോ. ഈ ഒരു റിക്വയർമെൻറ്റ് ഡയറ്റോമിക് മോളിക്യൂൾസ് എന്തായാലും അത് സാധിക്കുന്നുണ്ട്. ഡയറ്റോമിക് മോളിക്യൂൾസിൽ എന്തായാലും നടക്കുന്നുണ്ട്. അതുവഴി ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് ആയിട്ടുള്ള H2 N2 എന്നിവയെല്ലാം തന്നെ റാമൻ ആക്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോർഷനിലോട്ട് കിടക്കാമല്ലോ. അനൈസോട്രോപിക് പോളറൈസബിലിറ്റി എന്ന് പറയുമ്പോൾ അനൈസോട്രോപിക് പോളറൈസബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും അവരുടെ റെസ്പോൺസ് വരുന്നത്. ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് ഓരോ ആക്സിസിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവരുടെ ഡിസ്റ്റോർഷൻ നടക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതിലിപ്പോൾ ഞാൻ ടെക്സ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് കാണിച്ചു തരാം.
ഇതാണ് അനൈസോട്രോപ്പിക് പോളറൈസബിലിറ്റിയുടെ കേസ് എന്ന് പറയുന്നത്. ഇതുണ്ടോ അനൈസോട്രോപ്പിക് പോളറൈസബിലിറ്റി, സെയിം പിക്ചറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂള് എന്ത് ചെയ്യുന്നു, പോളറൈസബിൾ ചെയ്യുകയാണ്, പോളറൈസ്ഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് എക്സ്റ്റെൻറ്റിലായിരിക്കും ഫീൽഡിൽ പോളറൈസ് ചെയ്യുക. ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ ബോണ്ട് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എന്താണ് പോളറൈസബിലിറ്റിക്ക് അനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യുന്നത് കേട്ടോ, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഡിഫറെൻറ്റ് ആക്സിസിൽ ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാമല്ലോ. അടുത്ത താഴോട്ടുള്ള കേസും കൂടി നോക്കാമല്ലോ. അതായത് ലീനിയർ മോളിക്യൂൾ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കുറച്ചുകൂടി പോളറൈസബിൾ ആണ്, മോളിക്കുലർ ആക്സിസിൻ്റെ സൈഡിലോട്ടായിരിക്കും പെർപെൻഡിക്കുലറിനെക്കാളും കുറച്ചുകൂടി പോളറൈസബിലിറ്റി കാണിക്കുന്നത് കേട്ടോ. ലീനിയർ മോളിക്യൂളിൻ്റെ കേസ് അതാണ്. ഇനി പ്ലെനാർ മോളിക്യൂൾ എന്ന് പറയുമ്പോഴോ, പ്ലെനാർ മോളിക്യൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് C6H6 അഥവാ ബെൻസീൻ എന്ന് പറയും. ബെൻസീന് ഭയങ്കരമായ പോളറൈസബിലിറ്റിയാണ് ഉള്ളത്. പ്ലെയിൻ ഓഫ് ദ റിങ്ങിൽ നല്ല പോളറൈസബിലിറ്റി കാണിക്കുന്നതൊന്നാണ് ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബെൻസീൻ റിങ്ങിന് പോളറൈസബിലിറ്റി കൂടുതലാണ്. ഇനി ടെൻസർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അനൈസോട്രോപ്പിക് പോളറൈസബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന 3x3 ടെൻസർ മെട്രിക്സ് വെച്ചിട്ടാണ്. ഈ 3x3 ടെൻസർ മെട്രിക്സ് എന്തിനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡൈപോളിനെയാണ് കാണിക്കുന്നത്. ഫീൽഡിനനുസരിച്ച് എങ്ങനെ അത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള ഡൈപോളാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെച്ചിരിക്കുക. അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. നമുക്ക് ക്വാണ്ടം തിയറിയിലോട്ട് നോക്കാമല്ലോ. ക്വാണ്ടം തിയറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. ക്വാണ്ടം തിയറിയിലുള്ളതിൽ നമുക്കറിയാവുന്ന കേസുകൾ എന്തൊക്കെയാണ്? ക്വാണ്ടം തിയറിയിൽ ഞാൻ ഈ ഒരു ഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്വാണ്ടം മെക്കാനിക്സ് കൃത്യമായിട്ട് നമ്മുടെ രാമൻ സ്കാറ്ററിങ് ഒരു 2 ഫോട്ടോൺ പ്രോസസ്സായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഈ 2 ഫോട്ടോണിൽ ട്രാൻസിയൻറ്റ് വെർച്വൽ എനർജി സ്റ്റേറ്റ്സും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ആ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രാൻസിയൻറ്റ് എനർജി വെർച്വൽ സ്റ്റേറ്റ്സിൻ്റെ കേസാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ അപ്പം നോക്കൂ. ഇപ്പോൾ റാലി സ്കാറ്ററിങ്ങും സ്ട്രോക്ക് സ്കാറ്ററിങ്ങും ആൻറ്റി സ്ട്രോക്ക് സ്കാറ്ററിങ്ങും ഒക്കെ ഇതിൽ ഉള്ള കേസുകളാണ്. ഞാൻ ഈ ഒരു പിക്ചർ എനിക്കത് സൂം ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ നോട്ടിൽ ഞാനത് കുറച്ചുകൂടി നന്നായിട്ട് കാണിച്ചു തരാം. ഇതിൽ കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് കിടപ്പുണ്ട് കണ്ടോ. ഇതാണ് ഈ ഒരു പിക്ചറാണ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത്. ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ ഒരു പിക്ചറിൽ കണ്ടോ റാലി സ്കാറ്ററിങ്ങിൻ്റെ കേസൊക്കെ കണ്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ഇവിടെ വരുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ഇത്. അപ്പോൾ ഈ ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റ് കൂടാതെ ഇതിൻ്റെ വെർച്വൽ സ്റ്റേറ്റ് ഉണ്ട്. വെർച്വൽ സ്റ്റേറ്റ് ഇവിടെയാണ്. പിന്നെയുള്ളത് ഇലക്ട്രോണിക് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നു, എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഏത് സ്റ്റേറ്റ് കടന്നിട്ടാണ് പോകുന്നത്? വെർച്വൽ സ്റ്റേറ്റ് കടന്നിട്ട്. അപ്പോൾ ഈ വെർച്വൽ സ്റ്റേറ്റ് വെറുതെ അങ്ങോട്ട് കടക്കത്തില്ല. എന്ത് ചെയ്യും, അത് വെർച്വൽ സ്റ്റേറ്റ് കടക്കണം എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള സ്കാറ്ററിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഓരോ വെർച്വൽ സ്റ്റേറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്കാറ്ററിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പൊസിഷൻ, അതായത് μ0യിൽ നിന്നും വെർച്വൽ സ്റ്റേറ്റിലോട്ട് പോകുന്ന ഇതിനെ നമ്മൾ എക്സൈറ്റേഷൻ എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയും? എക്സൈറ്റേഷൻ. ഇനി അതുപോലെ ഈ വെർച്വൽ സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് നമ്മൾ μ0യിൽ വരുന്ന ഈ ലൈനിനെയാണ് നമ്മൾ റാലെ ലൈൻ എന്ന് പറയുന്നത്. റാലെ ലൈൻ. ഇനി അടുത്ത് നമ്മുടെ ഈ സെയിം തന്നെ വെർച്വൽ സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിലോട്ട് μ1ലോട്ട് വരുന്ന ലൈൻസിനെ നമ്മൾ രാമൻ ലൈൻസ് അല്ലെങ്കിൽ സ്റ്റോക്സ് എന്ന് പറയും. വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ സ്റ്റോക്സിന് ഇങ്ങോട്ട് മേളിലോട്ട് പോകുന്ന എല്ലാം തന്നെ എക്സൈറ്റേഷൻസ് എന്നാണ് പറയുന്നത്. ഇനി ഇതേ വെർച്വൽ സ്റ്റേറ്റിൽ നിന്നും μ2ലോട്ട് വീണ്ടും വരുന്നത് റാലെ ലൈനാണ് കേട്ടോ. റാലെ ലൈൻ വീണ്ടും വരുന്നത് റാലെ ലൈനാണ്. വീണ്ടും രാമൻ സ്ട്രോക്സും ഉണ്ടാവാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ്, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് കുറച്ചുകൂടി വിസിബിളായിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിൽ 3 ടൈപ്പിലുള്ള സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്. ഇൻസിഡൻറ്റ് ഫോട്ടോൺ എന്ത് ചെയ്യുന്നു, മോളിക്യൂളിലോട്ട് വെർച്വൽ സ്റ്റേറ്റിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് അറൗണ്ട് 10⁻⁻14 സെക്കൻഡിലാണ്. അപ്പോൾ അത് അപ്പോഴും തന്നെ അത് എന്ത് ചെയ്യുന്നു, ഇമീഡിയറ്റ് ആയിട്ട് ഡീക്കേ ചെയ്ത് നശിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് 3 ടൈപ്പ് സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്. ഒന്ന് റാലെ സ്കാറ്ററിംഗ് ആണ്. റാലെ സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ ഇലാസ്റ്റിക് കൊളിഷൻ വഴി സെയിം ഫ്രീക്വൻസിയിലോട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു, റാലെ ലൈൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും റാലെ ലൈൻ എന്ന് തന്നെ പറഞ്ഞ് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്.
പഠിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് സ്റ്റോക്ക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്, സ്റ്റോക്ക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് വൈബ്രേഷണൽ എനർജി കിട്ടി ഇനലാസ്റ്റിക് കൊളിഷൻ വഴി ലോവർ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നു. അതാണ് സ്റ്റോക്ക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് സ്കാറ്ററിംഗ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നതാണ് ഈ രാമൻ ലൈനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് വെർച്വൽ സ്റ്റേറ്റിൽ നിന്നും നേരിട്ട് ഇലക്ട്രോണിക് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ന്യൂ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അവർ മാറുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ രാമൻ ലൈൻ എന്നോ സ്റ്റോക്ക് സ്കാറ്ററിങ്ങിന് സാധ്യമാവുന്ന ലൈൻസ് എന്നോ പറയുന്നത്. ഇനി അടുത്ത ആൻറ്റി സ്റ്റോക്സ് ലൈൻ നോക്കിക്കേ. എക്സൈറ്റഡ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? എനർജി ലൂസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് വരുന്നത്? എനർജി ലൂസ് ചെയ്ത് അവർ ഇൻഇലാസ്റ്റിക് കൊളിഷനായിട്ട് ഹയർ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹയർ ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നവർ നോക്കി എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടോ? ഈ വെർച്വൽ സ്റ്റേറ്റിൽ നിന്ന് അവർ നേരെ അങ്ങോട്ട് എന്തിലാണ് വരുന്നത്? ന്യൂ സീറോയിലോട്ട് വരുന്ന ലൈൻസ് ആണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇവരുടെ ആ ഒരു സ്പെക്ട്രമാണ് ഈ ചെറുതായിട്ട് ക്വാണ്ടം തിയറി അനുസരിച്ച് വെർച്വൽ സ്റ്റേറ്റിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഇൻറ്റൻസിറ്റി ഡിഫറൻസസ് ആണ്. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത്. എന്തുകൊണ്ടാണ് സ്റ്റോക്സ് ലൈൻസ് സ്ട്രോങ്ങർ ആയിട്ട് നമ്മൾ കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും സ്റ്റോക്സ് ലൈൻസ് സ്ട്രോങ്ങർ ആയിട്ട് കാണപ്പെടുന്നത്? ഓക്കെ അല്ലേ? ഇപ്പോൾ സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് മോളിക്യൂൾസ് വൈബ്രേഷണൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ്. അതായത് ന്യൂ സീറോ എന്ന് പറയുന്നത് സീറോ ആവുന്ന കേസിലാണ്. അവിടെ ഹൈ പോപ്പുലേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക, കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലേ. ഇനി ഈ ആൻറ്റി സ്റ്റോക്സ് ലൈൻ എന്ന് പറയുന്നതിന് മോളിക്യൂൾസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. അതായത് ന്യൂ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അവർ ഓൾറെഡി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആൻറ്റി സ്റ്റോക്സ് ലൈൻസിലോട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ന്യൂ എന്ന് പറയുന്നത് 1 അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ അവരുണ്ടെങ്കിൽ മാത്രമേ ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് കിട്ടുകയുള്ളൂ. അവിടെ ലോവർ പോപ്പുലേഷനാണ്, നമ്മുടെ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ലോവർ പോപ്പുലേഷനാണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസിൻ്റെ ആ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കാവുന്ന ഒരു ഇക്വേഷനാണ് NN ഡിവൈഡഡ് ബൈ NM എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, ഇവിടെ NN ഈക്വൽ ടു NN ഡിവൈഡഡ് ബൈ NM ഈക്വൽ ടു GN/GM ഇൻറ്റു E റേസ് ടു മൈനസ് EN മൈനസ് EM ബൈ KBT. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് കുറച്ചൊന്ന് ചായ മാറ്റാം. ഇതാ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അതായത് നമ്മുടെ ഈ സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റോക്സ് ലൈൻസ് എന്ന് പറയുന്നത് ഇതിൽ ഓരോ ലൈൻസിൻ്റെ ഡിഫറൻസസ് ആണ്. അതായത് ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമല്ലോ. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ 2-3 ടൈപ്സ് ലൈൻസ് ആയിട്ടാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ആണല്ലോ, 2-3 ടൈപ്സ് ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എന്നിൽ നിന്നും എമ്മിലോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് ഫ്രം ദിസ് ഏരിയ ടു ദിസ്, അതാണ് എന്തെന്ന് പറയുന്നത് NM എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. എത്ര ഇലക്ട്രോൺസ് എന്നിൻ്റെ അവിടെ ഉണ്ട്, എത്ര ഇലക്ട്രോൺസ് എമ്മിൻ്റെ അവിടെ ഉണ്ട്, ഈക്വൽ ടു GN/GM ഇൻറ്റു E റേസ് ടു മൈനസ് EN മൈനസ് EM ബൈ KBT. ഇവിടെ E എന്ന് പറയുന്നത് എനർജിയാണ് കേട്ടോ. KB എന്ന് പറയുന്നത് ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് സിഗ്നിഫിക്കൻ്റ്ലി വീക്കർ ആണ് എന്ന് പറയുന്നത്? സ്റ്റോക്സ് ലൈൻസിനെക്കാളും സിഗ്നിഫിക്കൻ്റ്ലി വീക്കർ ആവാനുള്ള കാരണം എന്ത് എന്നാണിത് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതാ അടക്കുന്നു നമ്മുടെ ഈ ഇക്വേഷൻ. ഇതാ അടക്കുന്നു. ഇവിടെ NN എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ എക്സൈറ്റഡ് വൈബ്രേഷണൽ എനർജി ലെവൽ. അതാണ് ഞാൻ പറഞ്ഞത്, എക്സൈറ്റഡ് വൈബ്രേഷണൽ എനർജി ലെവൽ. ഇതാണ് N. ഓക്കെ, ഇതാണ് M. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട് അതാണ് എന്തെന്ന് പറയുന്നത്? NM എന്ന് പറയുന്നത്. ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട് അതാണ് NN എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് രണ്ടും മനസ്സിലായല്ലോ. NNും NMും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം G എന്താണെന്നുള്ളത്. GNും GMും എന്ന് പറയുന്നത് ഡീജനറസീസ് ആണ് കേട്ടോ. Nൻ്റെയും എമ്മിൻ്റെയും അവിടെയുള്ള ഡീജനറസീസ് ആണ് G വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. GNും GMും. ഇവിടെ EN മൈനസ് EM എന്ന് കൊടുത്തിരിക്കുന്നത് എനർജി ഡിഫറൻസ് ആണ്. ഈ ഒരു 2 എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് ENും EMും വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ KB എന്ന് പറയുന്നത് എന്താണ്? ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഹൗവർ ഈ ഒരു സെയിം എനർജി ലെവൽ തന്നെ എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോളിക്യൂൾ ക്വാണ്ടം എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള EF എന്ത് ചെയ്യുന്നുണ്ട്? അക്വയർ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതിനെയാണ് നമ്മൾ
രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഡെൽറ്റ ന്യൂ ആറിനെയാണ് രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ ന്യൂ ആർ എച്ച് സി ഡെൽറ്റ ന്യൂ ആർ കിട്ടുന്നത് എച്ച് ന്യൂ മൈനസ് ന്യൂ ഈക്വൽ ടു ഇ ഐ മൈനസ് ഇ എഫ് ആണ്. ഇത് എനർജിയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡെൽറ്റ ന്യൂ ആർ അല്ലെങ്കിൽ രാമൻ ഷിഫ്റ്റിനെ കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഡെൽറ്റ ന്യൂ ആർ അല്ലെങ്കിൽ ഡെൽറ്റ ന്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഫ്രീക്വൻസിയും വേവ് നമ്പർ അല്ലെങ്കിൽ വേവ് നമ്പർ യൂണിറ്റും കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്നതാണ് രാമൻ ഷിഫ്റ്റിൻ്റെ കേസിൽ. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. നമ്മുടെ രാമൻ ആക്ടിവിറ്റി അസസ്മെൻറ്റും കൂടിയാണ് ഇനി അടുത്തുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മേളത്തെ കേസ് ഇൻറ്റൻസിറ്റി ഡിഫറൻസസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതിലോട്ട് പോകാമല്ലോ. രാമൻ ആക്ടിവിറ്റി അസസ്മെൻ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ വൈബ്രേഷണൽ മോഡ്സ് ഓരോരോ മോളിക്യൂൾസ് ആയിട്ട് നമ്മളിനി എടുത്ത് നോക്കുകയാണ്. രാമൻ ആക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം എന്ത് എക്സാമിൻ ചെയ്യണം? പോളറൈസബിലിറ്റി എലിപ്സോയിഡ്സ് എക്സാമിൻ ചെയ്യണം. അതും വൈബ്രേഷൻ്റെ ടൈമിലാണ് എക്സാമിൻ ചെയ്യേണ്ടത്. H2ൻ്റെ കേസിലാണെങ്കിൽ 3 മോഡ്സ് ആണുള്ളത്. 3 മോഡ്സ് ഉണ്ട്. കാരണം 3 മോഡ്സ് ഓരോ 3 മോഡ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എലിപ്സോയിഡ് സൈസിനെ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഷേപ്പിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഓറിയൻറ്റേഷനും ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 3 സ്ട്രെച്ചുകൾ വരുന്നുണ്ട്. ആദ്യത്തെ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ സിമെട്രിക് സ്ട്രെച്ച് എന്ന് പറയും. ഇലിപ്സോയിഡ് സൈസ് എന്ന് പറയുന്നത് രാമൻ ആക്റ്റീവായിട്ട് മാറുന്ന സ്ട്രെച്ചാണ് എന്തെന്ന് പറയുന്നത്? സിമെട്രിക് സ്ട്രെച്ച് എന്ന് പറയുന്നത്. അസിമെട്രിക് സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ3 എന്ന് പറയും. എലിപ്സോയിഡ് ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യുന്നത് രാമൻ ആക്റ്റീവായിട്ട് തന്നെ മാറുന്നു. ഓറിയൻറ്റേഷനാണ് മാറുന്നത്. ഇവിടെ സൈസാണ് മാറുന്നത്. ബെൻഡിങ് ന്യൂ2 എന്ന് പറയുന്നത് ന്യൂ3 ആണ്. ഇത് ന്യൂ2 എന്ന് പറയുന്നത് എന്താണ്? സൈസും ഷേപ്പും ഒരുമിച്ച് ചേഞ്ച് ചെയ്യും. അതാണ് രാമൻ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് കണ്ടോ. ഇതിലാണെങ്കിൽ സിമെട്രിക് സ്ട്രെച്ച് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിങ്ങനെ വലുതാവുക ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും ഈ ഒരു റെഡ് മേളിലോട്ട് പോകുന്നു. ഈ എന്താണ് ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം രണ്ട് സൈഡിലോട്ട് പോകുന്നു. ഇവിടെ സൈസാണ് വലുതാവുന്നത്. അപ്പോൾ രാമൻ ആക്റ്റീവ് ആവുന്നു. രണ്ടാമത്തെ അസിമെട്രിക് സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും അകത്തേക്ക്, ഒരാൾ അകത്തേക്ക് കയറുന്നു, ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ഒരാൾ ഇങ്ങോട്ട് നീങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഓറിയൻറ്റേഷനാണ് ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതും രാമൻ ആക്റ്റീവ് ആവുന്നു. ഇതാണ് അസിമെട്രിക് സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഇനി ബെൻഡിങ് എന്ന് പറയുമ്പോൾ ഇതാകണ്ടോ, ഇത് രണ്ടും അടുത്തേക്ക് വരുന്നു, മേളിലോട്ട് പോകുന്നു, കുറച്ചൊന്ന് വളയുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സൈസും മാറുന്നുണ്ട്, ഷേപ്പും മാറുന്നുണ്ട്. ഇതും രാമൻ ആക്റ്റീവിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ബെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 3 മോഡ്സ് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാർബൺ ഡയോക്സൈഡിൻ്റെ കേസിലാണ്. ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ പോളറൈസബിലിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു ബന്ധവും നമുക്കിവിടെ നോക്കാനുണ്ട്. അപ്പോൾ പോളറൈസബിലിറ്റി ആൽഫയും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കേസ് നമ്മൾ നോക്കുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കോർഡിനേറ്റ് എന്ന് പറയുന്ന എപ്സിലോൺ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അത് രണ്ടും എന്ത് ചെയ്യുന്നു? നമ്മുടെ രാമൻ ആക്ടിവിറ്റിയുടെ ഒരു ട്രൂ സെൻസ് കറക്റ്റായിട്ട് പറയാനായിട്ട് സഹായിക്കുന്നു. അതിൽ ഈ ഒരു കാർബൺ ഡയോക്സൈഡിലും 3 ബെൻഡാണുള്ളത്, 3 സ്ട്രെച്ചാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സിമെട്രിക് സ്ട്രെച്ച്, ഒന്ന് അസിമെട്രിക് സ്ട്രെച്ച്, പിന്നെന്താ ബെൻഡിങ് മോഡ്സ് അല്ലേ? ബെൻഡിങ് മോഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. സിമെട്രിക് സ്ട്രെച്ചിലാണെങ്കിൽ ഡി ആൽഫ ബൈ ഡി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 0ക്ക് ഈക്വൽ ആയിരിക്കില്ല. അതായത് പോളറൈസബിലിറ്റിയും നമ്മുടെ കോർഡിനേറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റിൻ്റെയും ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 0ക്ക് ഈക്വൽ അല്ല. ഈക്വൽ ആവാതെ വന്നാലേ രാമൻ ആക്റ്റീവ് ആവത്തുള്ളൂ ഈ ഒരു കേസിൽ. കണ്ടോ, ഇതിൻ്റെ സൈസ് മാറുക ചെയ്യുന്നത്. ഓക്കെ. ഇനി അസിമെട്രിക് സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ ഡി ആൽഫ ബൈ ഡി എപ്സിലോൺ എന്ന് പറയുന്നത് 0ക്ക് തുല്യമായിട്ട് വരും. അതും ഇക്വിലിബ്രിയം കേസിലാണ് രാമൻ ഇനാക്റ്റീവ് ആവും. ഇക്വിലിബ്രിയം കേസിലാണെങ്കിൽ രാമൻ ഇനാക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസിമെട്രിക് സ്ട്രെച്ച് എന്ന് പറയുന്നത് എന്താണ്? രാമൻ ഇനാക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ബെൻഡിങ് മോഡ് ഡി ആൽഫ ബൈ ഡി ഇ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ 0 ആകും. അപ്പോൾ രാമൻ ഇനാക്റ്റീവ് ആവുന്നു. ഓക്കെ അല്ലേ? ഇതിൻ്റെ 3ൻ്റെയും സ്ട്രെച്ചിൻ്റെ കേസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിലാണ് രാമൻ ആക്റ്റീവ് ആവുന്നത്, ഇതിൽ രണ്ടിലും രാമൻ ഇനാക്റ്റീവ് ആണ്. കണ്ടോ, ഇതിൽ രണ്ടിലും രാമൻ ഇനാക്റ്റീവ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. എന്തൊക്കെ എക്സ്ക്ലൂഷൻ റൂൾസ് ആണ് നമുക്ക് കൊണ്ടുവരാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്ക്ലൂഷൻ റൂൾസ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്? ഒന്നാമത്തത് ദ പ്രിൻസിപ്പിൾ. അതായത് ഒരു മോളിക്യൂളിന് സെൻറ്റർ ഓഫ് സിമെട്രി ഉള്ള ഒരു മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് രാമൻ ആക്റ്റീവ് ആയിരിക്കും. രാമൻ ആക്റ്റീവ് ആണെങ്കിൽ ജി ക്യാരക്ടർ അതിനുണ്ടായിരിക്കും. IR ഇനാക്റ്റീവ് ആയിരിക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് IR ആക്റ്റീവ് ആയിരിക്കും.
ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം, മോളിക്യൂൾസ് എന്ന് പറയുന്ന സെൻട്രൽ സിമെട്രി ഉള്ളവർ എന്ത് ചെയ്യുന്നു, രാമൻ ആക്റ്റീവ് ആണെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ടായിരിക്കും, വൈബ്രേഷൻസ് ഉള്ള രാമൻ ആക്റ്റീവ് ആയിരിക്കും. ആ വൈബ്രേഷൻസ് ഉള്ളവർ രാമൻ ആക്റ്റീവോ ആയിരിക്കും, IR ഇനാക്റ്റീവോ ആയിരിക്കും. വൈബ്രേഷൻസിൽ IR ആക്റ്റീവ് ആയിട്ടുള്ളവരും ഉണ്ടായിരിക്കും. അത് യു ക്യാരക്ടറാണ്, അവിടെ രാമൻ ഇനാക്റ്റീവ് ആണ് കേട്ടോ. ഇനി സ്ട്രക്ചറൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഇത് ഓക്കെ, സ്ട്രക്ചറൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ഇഫ് രാമൻ ആൻഡ് IR സ്പെക്ട്ര ഷോസ് നോ കോമൺ ലൈൻസ്, ഒരു കോമൺ ആയിട്ടുള്ള ലൈൻസ് രണ്ടിലും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മോളിക്യൂളിന് സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വൈബ്രേഷൻ കോയിൻസൈഡ് ചെയ്യുന്നെങ്കിൽ മോളിക്യൂളിന് ഈ സിമെട്രി ഉണ്ടാവത്തില്ല. അതാണ് സ്ട്രക്ചറൽ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, രാമനും ഒരേ നോ കോമൺ ലൈൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ട്, കോമൺ ലൈൻസ് ഉണ്ട് അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിമെട്രി ഇല്ല. ഇനി CO2ൻ്റെ എക്സാമ്പിളും വാട്ടറിൻ്റെ എക്സാമ്പിളും കൂടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? CO2 എന്ന് പറഞ്ഞാൽ സെൻട്രൽ സിമെട്രിക് ആണ്, അത് ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾ അല്ലേ, അപ്പോൾ അതിന് സെൻട്രൽ സിമെട്രിക് ആണ്. അതായത് സിമെട്രിക് സ്ട്രെച്ച് രാമൻ ഒള്ളിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അസിമെട്രിക് സ്ട്രെച്ച് എന്ന് പറയുന്നത് IR ഒള്ളി ആയിരിക്കും. H2ൻ്റെ കേസിലാണെങ്കിൽ നേരെ തിരിച്ചാട്ടോ, നോൺ സെൻട്രോ സിമെട്രിക് ആണ്, അതിലെല്ലാ മോഡ്സും എന്താണ്, രണ്ടിലും ആക്റ്റീവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാ ഇതിൽ സ്പെഷ്യലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. H2 മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ മോഡ് എന്ന് പറയുന്നത് μ1 എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഇത് IR ആക്റ്റീവും ആണ്, രാമൻ ആക്റ്റീവും ആണ്. H2 രണ്ടിലും ആക്റ്റീവാണ്. CO2 എന്ന് പറയുന്നത് ഇപ്പോൾ IR ആക്റ്റീവ് അല്ലാതെ ഇരിക്കുമ്പോൾ രാമൻ ആക്റ്റീവ് ആയിരിക്കും, അത് 1330 സെൻറ്റിമീറ്റർ റേസ് -1ലാണ്. കാർബൺ ഡയോക്സൈഡ് 2349.3 സെൻറ്റിമീറ്റർ റേസ് -1ൽ IR ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഡീപോളറൈസേഷൻ റേഷ്യോ ആണ്. ഡീപോളറൈസേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇത് ക്വാണ്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെൻസിറ്റി അല്ല കേട്ടോ, ഡീപോളറൈസേഷൻ റേഷ്യോ ആണ്. റേഷ്യോൻ്റെ സംഭവമാണ് കാണിക്കുന്നത്. എന്ന് പറയുന്നത് ക്വാണ്ടിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോളറൈസ്ഡ് ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഡീപോളറൈസ്ഡ് ആകും. നമ്മുടെ രാമൻ സ്കാറ്ററിങ് കഴിയുമ്പോൾ ഡീപോളറൈസ്ഡ് ആകുമല്ലോ, അപ്പോൾ ആ എക്സ്റ്റെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീപോളറൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇങ്ങനെ വരുന്നു, അത് എന്ത് ചെയ്യുന്നു, അനലൈസറിൽ കൂടെ പോകുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, ഡീപോളറൈസ്ഡ് ആയി മാറുന്നു. പോളറൈസ്ഡ് ആയിട്ട് വരുന്നത് ഡീപോളറൈസ്ഡ് ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ ഒരു എക്സ്റ്റെൻറ്റ് ഓഫ് ഡീപോളറൈസേഷൻ ആണ് ഡീപോളറൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ പോളറൈസ്ഡ് ലൈനിൻ്റെ കേസിലാണെങ്കിൽ എന്ന് പറയുന്നത് 6/7 ചെറുതായിരിക്കും. ടോട്ടലി സിമെട്രിക് വൈബ്രേഷൻസ് എന്ത് ചെയ്യുന്നു, പോളറൈസ്ഡ് ആയിട്ടുള്ള രാമൻ ലൈൻസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പോളറൈസബിലിറ്റി ഓഫ് എലിപ്സോയിഡ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ആയിരിക്കും എന്താണ്, വൈബ്രേഷൻ്റെ സമയത്ത്. അതേസമയം ഡീപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6/7 ആണ്. നോൺ സിമെട്രിക് വൈബ്രേഷൻസ് ആയിരിക്കും ഈ ഒരു ഡീപോളറൈസ്ഡ് ലൈനിന് കാരണമായിട്ട് മാറുന്നത്. എലിപ്സോയിഡ് എന്തായിട്ട് മാറുന്നു, എലിപ്റ്റിക്കലായിട്ട് മാറും. മറ്റേതിലാണെങ്കിൽ എലിപ്സോയിഡ് ഓൾമോസ്റ്റ് സ്ഫെറിക്കലായിട്ട് റൗണ്ട് ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചപ്പി എലിപ്റ്റിക്കലായിട്ട് മാറും. മോളിക്കുലാർ ടംബ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഡൈപോൾ ഓറിയൻറ്റേഷൻ നൽകുകയും ചെയ്യും. ഡീപോളറൈസേഷൻ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. എന്തിനെ പറ്റിയിട്ട്, വൈബ്രേഷണൽ സിമെട്രിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് മോഡ്സ് അസൈൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് ഡീപോളറൈസേഷൻ റേഷ്യോയുടെ കേസ് പറയുന്നത്. രണ്ട് ടൈപ്പിൽ, പോളറൈസ്ഡ് ലൈൻസിൻ്റെ കേസിലാണെങ്കിൽ എന്ന് പറയുന്നത് 6/7 കുറവായിരിക്കും. ഡീപോളറൈസ്ഡ് ലൈനിൻ്റെ കേസിലാണെങ്കിൽ 6/7 കൂടുതലോ ഈക്വലോ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രം എന്താണെന്ന് നോക്കാം. സെലക്ഷൻ റൂൾസും ട്രാൻസിഷൻസും ഇവിടെ നോക്കണം. എല്ലാ റൊട്ടേറ്റിംഗ് ഡയറ്റോമിക് മോളിക്യൂൾസും രാമൻ ആക്റ്റീവ് ആണ്. അതിൻ്റെ കാരണം അനൈസോട്രോപിക് പോളറൈസബിലിറ്റി ആണ്. സെലക്ഷൻ റൂൾ ΔJ എന്ന് പറയുന്നത് +or-2 ആണ് കേട്ടോ. നമ്മൾ മറ്റേതിലൊക്കെ +or-1 ആണ് പഠിച്ചത്, ഇവിടെ +or-2 ആണ്. കാരണം പോളറൈസബിലിറ്റി എലിപ്സോയിഡ് എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുന്നു, ഇനിഷ്യൽ അപ്പിയറൻസ് 2 തവണ നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2 തവണയായിട്ട് ഇത് വരും. ഇതിൽ സ്റ്റോക്സ് ലൈൻസ് S ബ്രാഞ്ചും ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് O ബ്രാഞ്ചുമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ν-R = ν external - 2B' 2J + 2J" +3.
ജെ ഡബിൾ ഡാഷിന് വാല്യൂസ് 0, 1, 2 എന്നിങ്ങനെ പോവാം. ഇതിൽ ബി ഡാഷും ജെ ഡബിൾ ഡാഷും ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഈ ബി ഡാഷ് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ജെ ഡബിൾ ഡാഷ് എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ തന്നെ നമ്മൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബി ഡാഷും ജെ ഡബിൾ ഡാഷിൻ്റെയും കേസിലൊക്കെ. ഓക്കെ, ഇനി ആൻറ്റി സ്റ്റോക്സ് ലൈൻസിൻ്റെ കേസിലാണെങ്കിൽ ന്യൂ ഡാഷ് ആർ ഈക്വൽ ടു ന്യൂ ഡാഷ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്സ് ഇതിൽ റൊട്ടേഷണലും ആൻറ്റി സ്റ്റോക്സിൻ്റെ റൊട്ടേഷണലാണ് ന്യൂ ഡാഷ് ആർ പറയുന്നത് കേട്ടോ. ന്യൂ ഡാഷ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള വൈബ്രേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെയും 2j -1 ആണ്. 2p × 2j ഡബിൾ ഡാഷ് -1 ആണ്. ഇവിടെ j ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 2, 3, 4 എന്നിങ്ങനെ പോകും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 6b ഡാഷിലാണ് സംഭവിക്കുന്നത്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 6b ഡാഷ്, അതായത് റാലെ പീക്കിൽ നിന്ന് 6b ഡാഷിലാണ് അത് സംഭവിക്കുന്നത്. സബ്സിക്വൻ്റ് ആയിട്ട് അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ 4b ഡാഷിലാണ് വരുന്നത്. അപ്പോൾ ലൈൻ ഇൻറ്റൻസിഫൈ ചെയ്യുന്നത് റൊട്ടേഷണൽ സ്റ്റേറ്റ് പോപ്പുലേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ലൈനിൻ്റെ ഇത് റിഫ്ലക്റ്റ് ചെയ്യും, ഇൻറ്റൻസിഫൈ ചെയ്യും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരും കേട്ടോ. ഇനി അടുത്ത പ്യുവർ റൊട്ടേഷണൽ റാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് CO2ൻ്റെ കേസ് പറയുന്നത്. CO2 എന്ന് പറയുന്നത് റൊട്ടേഷണൽ റാമൻ സ്പെക്ട്രമാണ്. അത് 488 നാനോമീറ്റർ ലേസറിലാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അത് ഒരു കീ ഫീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ ഇൻറ്റൻസിറ്റി ലൈൻസ്, അതായത് ലാർജ് ഇൻറ്റൻസിറ്റി ഉള്ള ലൈൻസ് പല റൊട്ടേഷണൽ സ്റ്റേറ്റുകളിലും പോപ്പുലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് അതാണ്. കാരണം എന്താണ്? റൊട്ടേഷണൽ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്മോൾ കമ്പയർഡ് ടു KT. ഓക്കെ, ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കി. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? മാക്സിമത്തിലേക്ക് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നതിന് പകരം. അത് എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? ബോൾസ്മാൻ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, J സ്റ്റേറ്റിലുള്ള ബോൾസ്മാൻ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി സ്ട്രക്ചറൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ സ്പേസിംഗ് വിച്ച് ഡയറക്ട്ലി ഈൽഡ്സ് റൊട്ടേഷണൽ കോൺസ്റ്റന്റ് B. അപ്പം B എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നേരത്തെ പറഞ്ഞ B എന്ന് പറയുന്ന റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഞാൻ ഇത് പറഞ്ഞു, കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് എന്താണ്? ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യുന്നു? ലൈൻ സ്പേസിങ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു? നമുക്ക് ബോണ്ട് ലെങ്ത്ത് നമുക്ക് അതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബോണ്ട് ലെങ്ത്ത് L എന്ന് പറയുന്നത് h/8π²B' C ആണ്. എന്താണ് നമ്മുടെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം. കാർബൺ ഡയോക്സൈഡ് റൊട്ടേഷണൽ റാമൻ സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യുന്നത് 488 നാനോമീറ്റർ ലേസർ വെച്ചിട്ടാണ്. അതിൻ്റെ കീ ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ 3ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി ലൈനും, ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, സ്ട്രക്ചറൽ ഇൻഫർമേഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് വൈബ്രേഷണൽ റാമൻ സ്പെക്ട്രം ആണ്. വൈബ്രേഷണൽ റാമൻ സ്പെക്ട്രത്തിൻ്റെ ഒരു വലിയൊരു ഇതാണ്ടോ ഒരു ഗ്രാഫ് ഞാൻ എടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വൈബ്രേഷണൽ റാമൻ സ്പെക്ട്രോസ്കോപ്പി റിവീൽ ചെയ്യുന്നത് മോളിക്കുലർ വൈബ്രേഷൻ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. വൈബ്രേഷണൽ എനർജി തരുന്നത് എങ്ങനെയാണ്? എപ്സിലോൺ B എന്ന് പറയുന്നത് ഒമേഗ E × V+½ - XC ω' E × V+½ ആയിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ വൈബ്രേഷൻ എനർജി നോർമൽ കേസിൽ വരുന്നത്, ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ അല്ലേ? വൈബ്രേഷൻ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കേസിൽ എങ്ങനെയായിരിക്കും നോക്കാം. ഒരു മിനിറ്റ് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഈ ഒരു ഇക്വേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ, അതായത് ഫണ്ടമെൻ്റൽ ട്രാൻസ്ലേഷൻ ന്യൂ ഈക്വൽ ടു 0 നിന്ന് ന്യൂ ഈക്വൽ ടു 1 വരെയാണ് പോകുന്നതെങ്കിൽ അവിടെ അൺഹാർമോണിസിറ്റി ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എപ്സിലോൺ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ന്യൂ ഡാഷ് E × 1 - 2xe ആയിരിക്കും. ഓക്കെ അല്ലേ? 2xe ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ω'0ക്ക് തുല്യമായിരിക്കും. ഡെൽറ്റ എപ്സിലോൺ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ω'(E) × 1 - 2xe ഈക്വൽ ടു എന്താണ്? ω'0ക്ക് തുല്യമായിരിക്കും. ഇതാണ് ഫണ്ടമെൻ്റൽ ട്രാൻസിഷന് ന്യൂ ഈക്വൽ ടു 0 തൊട്ട് ന്യൂ ഈക്വൽ ടു 1 വരെയുള്ള അൺഹാർമോണിസിറ്റി കളയുമ്പോഴുള്ള കേസ്. ഇക്വേഷൻസ് മാത്രം മാക്സിമം നോക്കി പോവുക. കാരണം ബാക്കിയുള്ളതിൽ ഞാനിപ്പോൾ വേണമെങ്കിൽ നോട്ട് കാണിച്ചു തരാം. നോട്ടിൽ ഇത് വലിയൊരു എന്താണ് വലിയ പാരഗ്രാഫ്സിൽ വലിയ പ്രൂഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രൂഫ് ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് മാക്സിമം.
കാരണം എക്സ്ക്ലൂഡ് ചെയ്ത് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയുകൊണ്ടാണ് എക്സ്ക്ലൂഡ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. കണ്ടോ, ഇതിൽ വലിയ വലിയ പ്രൂഫ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അതിൽ വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇതിലിപ്പം കണ്ടോ, ഇതിൽ ഇൻറ്റൻസിറ്റി നമുക്ക് സെവറൽ ടൈപ്സ് ആയിട്ട് ഇൻറ്റൻസിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്തിനേയും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ ഫ്രീക്വൻസീസ് ഡെൽറ്റ ന്യൂ ഡാഷ് ആർ ഈക്വൽ ടു ന്യൂ ഡാഷ് മൈനസ് ന്യൂ ഡാഷ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് ഡെൽറ്റ ന്യൂ ഡാഷ് വൈബ്രേഷനിലോട്ട് വരും. ഇതാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കി വെക്കണേ. ഈ ഒരു ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വേണ്ട സാധനം എന്ന് പറയുന്നത്. അതായത് രാമൻ ഷിഫ്റ്റ് എന്ത് ചെയ്യുന്നു, ഫണ്ടമെൻ്റൽ വൈബ്രേഷൻ ഫ്രീക്വൻസിയെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റിലോട്ട് പോവാലോ. നമുക്ക് HCl വൈബ്രേഷണൽ ഫ്രീക്വൻസി നോക്കിയാലോ. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് എക്സൈറ്റിംഗ് ലൈന് 435.8 നാനോമീറ്റർ ആണ് അതിൻ്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ട്രോക്ക് ലൈനിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള 20,057 സെൻറ്റിമീറ്റർ റേസ്റ്റ് -1 അങ്ങനെയാണെങ്കിൽ റാലെ ഫ്രീക്വൻസി ന്യൂ എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ദിസ് റേഡിയേഷൻ ആയിരിക്കും. 1/435.8 നാനോമീറ്റർ ആയിരിക്കും. നാനോമീറ്റർ ആണ്. 435.8 നാനോമീറ്ററിനെ നമ്മൾ മാറ്റിയിട്ട് എഴുതി വരുമ്പോൾ 22,946.3 സെൻറ്റിമീറ്റർ റേസ്റ്റ് -1 എന്ന് കിട്ടും. ഇനി രാമൻ ഷിഫ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, റാലെ ഫ്രീക്വൻസി ഡെൽറ്റ ന്യൂ ഡാഷ് ആർ ആണ് എന്തെന്ന് പറയുന്നത്, രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ 2889.3 സെൻറ്റിമീറ്റർ റേസ്റ്റ് -1 എന്ന് കിട്ടും. അതായത് വൈബ്രേഷണൽ ഫ്രീക്വൻസി ഓഫ് എന്താണ് HCl എന്ന് പറയുന്നത് 2889.3 സെൻറ്റിമീറ്റർ റേസ്റ്റ് -1 ആണ്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോളിക്യൂൾസിൽ. കാരണം അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എക്സൈറ്റിംഗ് ലൈൻ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുവഴി മോളിക്യുലാർ ഫിംഗർ പ്രിൻ്റ് എന്ന് നമുക്ക് രാമൻ ഷിഫ്റ്റിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. സിമ്പിളാണ്. HClനെ നമ്മൾ എന്ത് ചെയ്യുന്നു, HG ലൈനിൽ ഉള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. ഇതിനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഇതിപ്പോൾ മീറ്റർ അല്ലേ, നാനോമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻറ്റിമീറ്റർ റേസ്റ്റ് -1 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് അവിടെ 10⁻⁷ എന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി ഓഫ് ദ സ്ട്രോക്സ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ ന്യൂ ഡാഷ് ആർ അല്ലെങ്കിൽ രാമൻ ഷിഫ്റ്റിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ എത്രയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എക്സ്റ്റേണൽ ഇത്രയാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. എക്സ്റ്റേണലും പിന്നെ എന്താണ്, വൈബ്രേഷണലും. എക്സ്റ്റേണൽ മൈനസ് ചെയ്യുക വൈബ്രേഷനിൽ നിന്ന്, നമ്മുടെ സ്ട്രോക്സ് ലൈനിൽ നിന്നും, വൈബ്രേഷണൽ സ്ട്രോക്സ് ലൈനിൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് രാമൻ ലൈന് കിട്ടും. കണ്ടോ, കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ഉണ്ട്. റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചറാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി വൈബ്രേഷണൽ റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ, അതായത് ഗേഷ്യസ് സാമ്പിൾസിൽ വൈബ്രേഷണൽ രാമൻ ബാൻഡ് ചെയ്യുന്നത്, രാമൻ ബാൻഡ്സ് കാണിക്കുന്നത് എന്താണ്, റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ആണ്. അതും സെലക്ഷൻ റൂളോട് കൂടിയിട്ടുള്ള റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ആണ്. ഇവിടെ ഡെൽറ്റ ന്യൂ എന്ന് പറയുന്ന +or-1 ആയിരിക്കും. ഡെൽറ്റ ജെ എന്ന് പറയുന്നത് 0യോ +or-2ഓ വാല്യൂ കിട്ടാം. ക്യൂ ബ്രാഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഡെൽറ്റ ജെ എന്ന് പറയുന്നത് 0 ആവും. സെൻട്രൽ ലൈന് ന്യൂ ഡാഷ് എക്സ്റ്റേണൽ -ω-0 എന്ന് പറയുന്നത് എല്ലാ ജെയ്ക്കും, എല്ലാ യുണീക്ക് ആയിട്ടുള്ള രാമൻ കിട്ടുന്ന ജെയ്ക്കും അത് ആപ്ലിക്കബിൾ ആണ്. ഇനി O ബ്രാഞ്ചിൻ്റെ കേസിലാണെങ്കിൽ ഡെൽറ്റ ജി എന്ന് പറയുന്ന -2 വരുന്ന കേസാണ് O ബ്രാഞ്ച്. അവിടെ ω-0 -2b' × 2j+1 എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ലൈൻ സ്പേസിങ് ജെ എന്ന് പറയുന്നത് 2, 3, 4 എന്നിങ്ങനെ പോകും. ഇവിടെ S ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജെ +2 ആവുന്ന കണ്ടീഷൻ. അവിടെ ω-0 എന്ന് പറയുന്നത് +2b × 2j+3 എന്ന് പറയുന്നത് ആയിരിക്കും ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ ജെയുടെ വാല്യൂ 0, 1, 2, 3 എന്ന് പറഞ്ഞ് പോകും. ഇവിടെ 1ഉം 0യും വരില്ല, കാരണം ഇവിടെ -2 ആണ്. അപ്പോൾ ഇവിടെ ജെയുടെ വാല്യൂ +2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ ക്യൂ ബ്രാഞ്ചിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് രാമനെ IR വൈബ്രേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിർത്തുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ റൊട്ടേഷണൽ സ്പെക്ട്ര തരുന്നുണ്ട്. എന്താണ്, കോംപ്ലിമെൻ്ററി സ്ട്രക്ചറൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂ ബ്രാഞ്ച് തരുന്നുണ്ട്. ഇവിടെ ഓരോ ബ്രാഞ്ചിനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
ക്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ജെ 0 ആവുന്ന ബ്രാഞ്ചാണ് ക്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ക്യൂ ബ്രാഞ്ച് ഇതാണ്ടോ ഇവിടെ ക്യൂ ബ്രാഞ്ച് കിടക്കുന്നത്, ഇതാണ് ക്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി എസ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, ഇതാണ്ടോ എസ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചറിൽ കണ്ടോ, ഗ്രാഫിൽ കണ്ടോ എസ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഡെൽറ്റ ജെ +2 ആവുന്ന കേസ്, അതാണ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത്. ഒ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ജെ എന്താണ് -2 ആവുന്ന കേസാണ് ഒ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കേസ് മനസ്സിലായല്ലോ. ഇവിടെ ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് +1 ആണ് കേട്ടോ. ഇവിടെ +1 ആണെങ്കിലും 0 -1 ഈ ഒരു 2 കേസിലാണ് നമുക്ക് ഈ ഒരു എന്താണ് നമ്മുടെ വൈബ്രേഷണൽ ഫൈൻ സ്ട്രക്ചർ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ സെലക്ഷൻ റൂൾ. ഓക്കെ അല്ലേ? ഇനി എൻഹാൻസ്മെൻറ്റ് ടെക്നിക്, അതായത് എങ്ങനെ ഈ ഇൻട്രിൻസിക് വീക്ക്നെസ് മറികടക്കാം. only 1 in 10⁻⁷ സ്കാറ്റേർഡ് ഫോട്ടോൺ പ്രൊഡ്യൂസ് റാമൻ സിഗ്നൽ. റാമൻ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10⁻⁷ സ്കാറ്റേർഡ് ഫോട്ടോൺസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് റാമൻ സിഗ്നൽ കൃത്യമായിട്ട് തരിക. 3 പവർഫുൾ എൻഹാൻസ്മെൻറ്റ് മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് റാമൻ സിഗ്നൽസിന് നമുക്ക് എന്ത് ചെയ്യാം, എൻഹാൻസ് ചെയ്യിക്കാം. ഒന്നെന്ന് പറയുന്നത് റെസൊണൻസ് റാമൻ ആണ്. റെസൊണൻസ് റാമൻ എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ടുള്ള വേവ് ലെങ്തിനെ നമ്മൾ ഇലക്ട്രോണിക് അബ്സോർപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റി 10⁻², 10⁻⁶ വോൾട്ടായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സെൻസിറ്റിവിറ്റിയും കൂടും, 10⁻⁻8 m ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു സെലക്ടിവിറ്റി എന്ന് പറയുന്നത് ക്രോമോഫോർ വൈബ്രേഷനെ എൻഹാൻസ് ചെയ്യിക്കും. ഇതാണ് ഇവിടെ റെസൊണൻസ് റാമനിൽ നടക്കുന്ന കേസ്. ഇനി കാഴ്സിലുണ്ട്, കാഴ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ CARSൽ 2 ലേസറിനെ എന്ത് ചെയ്യുന്നു, 2 ലേസേഴ്സ് ഉണ്ടാവും. അതിൻ്റെ ν1 ഉം ν2 ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസീസ്. ഈ രണ്ടും എന്ത് ചെയ്യുന്നു, ഒരു കൊഹറൻ്റ് എമിഷൻ എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. ν = ν1 + ν വൈബ്രേഷനിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനും ഇൻകൊഹറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കേട്ടോ, കാഴ്സിൻ്റെ കേസ് വരുന്നത്. ഇനി സേഴ്സിൻ്റെ കേസിലാണെങ്കിലോ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഒരു മെറ്റൽ സർഫസിൽ എന്ത് ചെയ്യുന്നു, മെറ്റൽ സർഫസിലുള്ള ഒരു മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു 10⁻³ തൊട്ട് 10⁻⁶ എൻഹാൻസ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു, കെമിക്കലും ഇലക്ട്രോമാഗ്നറ്റിക് എഫക്ട്സും കമ്പൈൻ ചെയ്തിട്ട് ഒരു നാനോ പൈക്കോമോളാർ ഡിറ്റക്ഷനായിട്ട് നമുക്ക് ഇതിൽ എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു, രാമൻ ലൈൻസ് കാണാൻ സാധിക്കുന്നു. ഇതാണ് എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, റെസൊണൻസ് റാമൻ RRS ടെക്നിക്ക്, CARS ടെക്നിക്ക് ഉണ്ട്. പിന്നെ SERS ടെക്നിക്ക്, അതായത് മെറ്റലിൻ്റെ സർഫസിൽ, റഫ്ഡ് ആയിട്ടുള്ള മെറ്റലിൻ്റെ സർഫസിൽ വെക്കുക, അതാണ് SERS എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. സ്ട്രക്ചറൽ ഡിറ്റർമിനേഷനുള്ള ആപ്ലിക്കേഷൻ എന്താണ്, മെയിൻ ആപ്ലിക്കേഷൻ സ്ട്രക്ചറൽ ഡിറ്റർമിനേഷൻ ആണ്. നമുക്ക് നൈട്രസ് ഓക്സൈഡിൻ്റെ കേസ് തന്നെ ആദ്യം എടുത്തു നോക്കാം, ഒരു എക്സാമ്പിളായിട്ട്. സ്പെക്ട്രോസ്കോപ്പിക്കൽ എവിഡൻസ് എന്താണ് കിട്ടുന്നത്, 3 ഫണ്ടമെൻ്റൽ ബാൻഡ്സ് നമ്മൾ ലീനിയർ മോളിക്യൂളായിട്ട് 3 ഫണ്ടമെൻ്റൽ ബാൻഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ലീനിയർ മോളിക്യൂളാണ്, 3 ഫണ്ടമെൻ്റൽ ബാൻഡ്സ് കിട്ടിയ ലീനിയർ മോളിക്യൂളാണ്. ഇനി 2 ബാൻഡ്സ് എന്ത് ചെയ്യുന്നു, PR കോണ്ടേഴ്സ് കാണിക്കുന്നുണ്ട്. അവിടെ എന്തില്ല, ക്യൂ ബ്രാഞ്ച് ഇല്ല. ക്യൂ ബ്രാഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ലീനിയർ സ്ട്രക്ചറാണ്. ഇനി കോമൺ IR അല്ലെങ്കിൽ രാമൻ ബാൻഡ്സ് എന്ന് പറയുന്നതിന് എന്തില്ല, ഒരു സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല. കോമൺ IR അല്ലെങ്കിൽ രാമൻ ബാൻഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല, രണ്ടും ഉണ്ടല്ലോ. അപ്പം സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ല, രണ്ടും ഇല്ല, ഏതെങ്കിലും ഒന്നായിരുന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടായതിന്. ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ബാൻഡ് 580 cm⁻⁻1 കിട്ടിയത്, എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ഹയറിലാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹോട്ട് ബാൻഡ്. ഇനി ഇതിൽ നിന്നും എന്ത് കൺക്ലൂഡ് ചെയ്യാം, NNO എന്ന് പറയുന്നത് എന്താണ്, N2O അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് ലീനിയർ സ്ട്രക്ചറാണ്. ബാൻഡ് അസൈൻമെൻറ്റ്സ് നോക്കാമല്ലോ. 589 cm⁻⁻1 ആണെങ്കിൽ ബെൻഡിങ് ആണ്. ഓക്കെ, ബെൻഡിങ് ആണ്. സോറി 589 cm⁻⁻1 ആണെങ്കിൽ ബെൻഡിങ് ആണ്. 1285 cm⁻⁻1 ആണെങ്കിൽ സിമെട്രിക് സ്ട്രെച്ച് ആണ് കേട്ടോ, സിമെട്രിക് സ്ട്രെച്ച് ആണ്, ν1 ആണ്. പിന്നെ എന്താണ് 2223 cm⁻⁻1 ആണെങ്കിൽ അസിമെട്രിക് സ്ട്രെച്ച് ആണ്, ν3 ആണ്. 1167 cm⁻⁻1 ആണെങ്കിൽ ഓവർടോൺ ആണ്.
ഓക്കെ, ഓവർടോൺ ആണ്. 2 ന്യൂ 2 ആയിരിക്കും അതിൽ വരുന്നത് ആൻഡ്ലൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാൻഡ് അസൈൻമെന്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്ന കേസുകൾ. സ്പെക്ട്രോസ്കോപ്പിക് എവിഡൻസ് വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. കേസ് സ്റ്റഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു നൈട്രസ് ഓക്സൈഡിൻ്റെ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഫ്യൂച്ചർ ഡയറക്ഷൻസും കൂടി നമുക്ക് നോക്കാം. അതായത് വാട്ടർ കമ്പാറ്റബിൾ ആണ്. 10⁻⁷ വാട്ടർ കമ്പാറ്റബിൾ ആണ്. അതായത് മിനിമൽ ഇൻ്റർഫറൻസ് മതി അക്വ സൊല്യൂഷനിൽ നിന്നും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കാറ്ററിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബയോളജിക്കൽ സാമ്പിൾസിന് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇനി നോൺ ഡിസ്ട്രക്റ്റീവ്, അതായത് സാമ്പിൾസ് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റിൽ പ്രിപ്പറേഷനോ ഡാമേജോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സിമെട്രി ഇൻഫോർമേഷൻ, അതായത് എന്താണ്, ഡീപോളറൈസേഷൻ റേഷ്യോസ് എന്ത് റിവീൽ ചെയ്യുന്നുണ്ട്, വൈബ്രേഷണൽ സിമെട്രി, എന്താണ് IR പോലും കിട്ടാത്ത വൈബ്രേഷണൽ സിമെട്രിയെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. അതിന് എന്ത് വേണം, സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിറ്റക്ടേഴ്സും പവർഫുൾ ആയിട്ടുള്ള ലേസേഴ്സും ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ സാമ്പിൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഡാമേജ് പോസിബിൾ ആണ് നമ്മുടെ ഹൈ ഇൻറ്റൻസിറ്റി ലേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ. ഫ്ലൂറസൻസ് ഇൻ്റർഫറൻസ് ചില കേസിൽ രാമൻ സിഗ്നൽസിനെ ബാധിക്കാറുണ്ട്. അതുപോലെ ഹൈ ഇൻസ്ട്രുമെൻ്റൽ കോസ്റ്റ് ആണ്. മറ്റ് അനലിറ്റിക്കൽ ടെക്നിക്കിനെ അപേക്ഷിച്ച് ഇതിന് ഇൻസ്ട്രുമെൻ്റൽ കോസ്റ്റ് കൂടുതലാണ്. മോഡേൺ അഡ്വാൻസസ് ആയിട്ടുള്ള SCRS, പോർട്ടബിൾ സ്പെക്ട്രോമീറ്റേഴ്സ്, കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രിയിലായിക്കോട്ടെ, ബയോളജിയിലായിക്കോട്ടെ, മെറ്റീരിയൽ സയൻസ് ആയിക്കോട്ടെ, ഫോറൻസിക് ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ ഇതാ ഇവിടെ കണ്ടതുപോലെ തന്നെ പല പല മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ വീക്ക് സിഗ്നലിനെ സ്ട്രോങ് ആക്കി മാറ്റാം ഒരു പരിധി വരെ. അതിനപ്പുറത്തേക്ക് നമുക്ക് സ്ട്രോങ് ആക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് തവണ എന്താ പറയുക, ഒന്ന് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച്.